പത്തരമാറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം. അങ്ങനെയാണെങ്കിൽ ആദർശാണെങ്കിൽ ദുബൈയിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. എനിക്ക് വിഷമമുണ്ടെങ്കിലും ആദർശിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി ആദർശിനെ പറഞ്ഞുവിടാൻ ഒരുങ്ങുകയാണ്. പെട്ടിയിലൊക്കെ എല്ലാം എടുത്ത് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പാസ്പോർട്ടൊക്കെ എടുത്തോ എന്ന് നയനെ ചോദിക്കുന്നുണ്ട്. അപ്പം ആദർശ് പറയാണ്, എനിക്കാണെങ്കിൽ പോകാൻ ഒരു താല്പര്യമില്ല. പക്ഷേ നമ്മുടെ അവിടുത്തെ ബിസിനസ് ആകെപ്പാടെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ പോകാതിരുന്നാൽ ശരിയാവത്തില്ല എന്ന് പറയാണ്. അപ്പം നയന പറയാണ്, കുഴപ്പമില്ല ആദർശേട്ടൻ പോയിട്ട് വാ, കുറച്ച് 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് നയന പറയാണ്. എല്ലാം നോക്കിക്കോണം, ഇവിടെ ഉള്ളവരെയും അതുപോലെ തന്നെ നിൻ്റെ കാര്യം നീ നോക്കിക്കോണം. ഇവിടെ ഒരു അസുരൻ വന്ന് കയറിയിട്ടുള്ള കാര്യം നിനക്കറിയാമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിനെ നീ പ്രത്യേകം ശ്രദ്ധിച്ചോണം എന്ന് പറയാണ്. അത് ഞാൻ നോക്കിക്കോളാം, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ പേടിക്കണ്ട എന്ന് പറയാണ്. എന്നും പറഞ്ഞ് നയനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരികയാണ്. ദേവേനിക്കാണെങ്കിൽ ആദർശ് പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. മോനെ, അവിടെ ചെന്നിട്ട് വിളിക്കണം, അതുപോലെ തന്നെ നിൻ്റെ കാര്യങ്ങളെല്ലാം ആഹാരമൊക്കെ നന്നായിട്ട് കഴിച്ച് നീ നന്നായിട്ടിരിക്കണം എന്ന് പറയാണ്. അപ്പം ആദർശ് ആണ്, അമ്മ വിഷമിക്കണ്ട, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം. അമ്മയാണെങ്കിൽ നയനയുടെ കാര്യത്തിലൊന്ന് പ്രത്യേക ശ്രദ്ധ വേണേ എന്ന് പറയാണ്. അത് നീ പറഞ്ഞിട്ടാണോ ഞാൻ അവളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്? അല്ലെങ്കിൽ തന്നെ ഞാൻ അവളുടെ കാര്യം നന്നായിട്ട് നോക്കും. അങ്ങനെ ആദർശ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയാണ്. ദേവയാനിക്കും നയനയ്ക്കും നല്ല സങ്കടമുണ്ട്. അങ്ങനെ ആദർശ് കാറിൽ കയറി പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ മുകളിൽ നിന്ന് അഭി നോക്കുവാണ്. അഭി എന്നിട്ട് ദേഷ്യത്തോടെ ഞാൻ നോക്കിയിട്ട് പറയാണ്, ആദർശ് പോയതിന് ഭാര്യയ്ക്കും അമ്മായിയമ്മയ്ക്കും നല്ല വിഷമമുണ്ട്. അത് ഇനി കൂടത്തേ ഉള്ളൂ, ആ വിഷമം ഇനി മാറാൻ പോകുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് അഭിയാണെങ്കിൽ ആ ഗൾഫിലുള്ള കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയാണ്, ആദർശ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ്. നീ വിഷമിക്കണ്ട, ഇനി നിനക്ക് കിട്ടുന്നതെല്ലാം സന്തോഷമുള്ള വാർത്തയാണെന്ന് തിരിച്ചവൻ്റെ കൂട്ടുകാരൻ പറയുകയാണ്. എന്നിട്ട് അഭി നേരെ വന്ന് ജലജയെടുത്ത് പറയാണ്, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അവൻ അവിടെ ജയിലിൽ തന്നെ കിടക്കും എന്ന് പറയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ബിസിനസ് എല്ലാം പൂട്ടിക്കും ഞാൻ, അതുറപ്പാ. എന്നോട് കാണിച്ച നിന്ദയ്ക്ക് ഞാൻ തിരിച്ച് നല്ല മറുപടി തന്നെ കൊടുക്കും എന്ന് അഭി ജലജയോട് പറയാണ്. ജലജ പറയാണ്, അങ്ങനെ തന്നെ ചെയ്യണം മോനെ, നമുക്ക് വന്ന് കിട്ടിയിട്ടുള്ളതിനെല്ലാം തിരിച്ച് മറുപടി കൊടുക്കണം എന്ന് പറയാണ്. അമ്മ വിഷമിക്കണ്ട, അതിനെല്ലാം ഞാൻ നല്ല മറുപടി തന്നെ കൊടുക്കും എന്ന് പറയാണ്. അപ്പോൾ ജലജയ്ക്ക് ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അനിയുണ്ടല്ലോ, അവന് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് അഭി ജലജയോട് പറയാണ്. അങ്ങനെ എല്ലാവരും ഹാളിലിരിക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും ഞാനെയും ആദർശ് പോകാൻ്റെ വിഷമത്തിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട്. നോക്കിയപ്പോൾ അതിൽ നിന്നും നവ്യ ഇറങ്ങുന്നു. നവ്യയുടെ രൂപവും ഭാവവും എല്ലാം മാറിപ്പോയി. ഒരു പുതിയ സ്റ്റൈലിലാണ് നവ്യ വന്ന് ഇറങ്ങുന്നത്. എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പം നയന ഇങ്ങനെ ദേവയാനി നോക്കുകയാണ്. ദേവയാനി പറയാണ്, അത് നവ്യയല്ലേ, ഇവളെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നവ്യ നല്ല സ്റ്റൈലിലൊക്കെ കയറി അകത്തോട്ട് വരികയാണ്. എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? അപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. ഇത് എൻ്റെ പുതിയ ലുക്കാണ്, എങ്ങനെയുണ്ട്, കൊള്ളാവോ? പണ്ട് ഞാൻ ഇതേപോലെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് വന്നപ്പം അനന്തപുരിക്ക് അഭിമാനക്ഷതമാണെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞു. ഇനിയും എനിക്ക് അഭിമാനക്ഷതം വന്നാലും എനിക്കൊരു പ്രശ്നമില്ലെന്ന് നവ്യ പറയാണ്. ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് യോജിച്ച ഒരു മാന്യതയില്ലേ? എന്ത് മാന്യത? ഇപ്പം എൻ്റെ ഭർത്താവ് ജയിൽ പുള്ളിയായിരുന്നു, ജയിൽവാസം കഴിഞ്ഞിട്ട് വന്നേ, എനിക്കിനി ഒരു മാന്യതയെ ഇല്ലെന്ന് നവ്യ പറയാണ്. ഈ കുടുംബത്തിന് അന്തസ്സായ രീതിയിലല്ലേ നടക്കേണ്ടത് എന്ന് പറയുന്നത്. ഏത് കുടുംബം? ഇത് എൻ്റെ കുടുംബമൊന്നുമല്ല. പിന്നെ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എൻ്റെ പേരിലായിരിക്കും ഈ കുടുംബത്തിലുള്ളവർ അറിയാൻ പോകുന്നത് എന്ന് നവ്യ പറയുകയാണ്. മോളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോളുടെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് ദേവേനി പറയാണ്. എൻ്റെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയല്ല, ഇപ്പോഴാണ് ശരിയായ ധാരണ ഉണ്ടായത്. ഈ വീട്ടിലുള്ളവരെ ഓരോരുത്തരെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. പിന്നെ എൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് എനിക്ക് നേരത്തെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അവർ രണ്ടുപേരും ഒന്നാണ്, ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്കാണ്. അതുപോലെ തന്നെ ഇപ്പോഴും സംഭവിച്ചു. പിന്നെ ഇവിടെ ഉള്ളവരെയും എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി എന്ന് പറയണം. അപ്പോഴേ ജലജ അങ്ങോട്ട് വരികയാണ്. അമ്മേ, ഞാനും എൻ്റേതായ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചതെന്ന് നവ്യ പറയാണ്. മോള് അങ്ങനെ തന്നെ ചെയ്യും, ഞാൻ മോളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് ജലജ പറയാണ്. ഇനി ആരുടെയും മുഖവും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ അബിയുടെ ജോലി പോയി, അനിയുണ്ടല്ലോ അവനെ ഓഫീസിൽ നിന്ന് ഇറക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് വേണം. അത് നിന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നീയും കാശുണ്ടാക്കുക എന്ന് ജലജ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, എന്ത് ഈ പറയുന്നതെന്ന്. ദേവയാനിക്കൊക്കെ നല്ല ദേഷ്യവും വരുന്നുണ്ട് ജലജയോട്. എന്താ ജലജ, നീ ഇങ്ങനെയാണോ പറഞ്ഞു കൊടുക്കണ്ടേ എന്ന് മുത്തശ്ശി വയ്ക്കണം. പിന്നെ എങ്ങനെ പറഞ്ഞു കൊടുക്കണം അമ്മ പറ
എൻ്റെ മോൻ്റെ ജോലിയും കളഞ്ഞ് അവൻ വീട്ടിൽ വന്നിരിക്കുന്നത്. അവർക്കും ആഗ്രഹങ്ങളും ജീവിക്കണമെന്നൊക്കെ ഇല്ലേ? പിന്നെ അവർ എങ്ങനെ ജീവിക്കും? അവർക്കും കാശ് വേണ്ടേ? അല്ല, നീ എന്താ പറയുന്നത്? അവർക്ക് ജീവിക്കാനുള്ള കാശൊന്നും അവരുടെ കയ്യിലില്ല, ഒന്നും ഇല്ലെന്നാണോ പറയുന്നത്? നിങ്ങൾ തരുന്ന നക്കാപ്പിച്ചയെ നോക്കി ഞങ്ങളിനി ഇരിക്കണം, അതല്ലേ വേണ്ടുന്നത് എന്ന് നവ്യ പറയാണ്. അത് ഞങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ഞാൻ ആ രീതിയിലേക്ക് ഇറങ്ങി എന്ന് നവ്യ പറയാണ്. അപ്പം മുത്തശ്ശൻ പറയാണ്, അവനെ വിശ്വസിച്ച് ഒരിടത്തും കയറ്റാൻ കൊള്ളത്തില്ല, അവനൊരു സ്ഥാപനവും ഏൽപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും? അപ്പം ജലജ പറയാണ്, വിശ്വാസമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഇരുത്തിയാൽ മതി, ഞങ്ങളിങ്ങ് മാറി നിന്നേക്കാം എന്ന് ജലജ പറയുകയാണ്. എന്തുവായാലും എൻ്റെ മരുമോൾ ആഗ്രഹിക്കുന്ന പോലെ അവളും ജീവിക്കട്ടെ, വാ മോളെ എന്നും പറഞ്ഞ് നവ്യ അങ്ങ് വിളിച്ചോണ്ട് പോവുകയാണ്. ദേവേനി പറയാണ്, ഈ നവ്യ എന്താ ഇങ്ങനെ മാറിയിരിക്കുന്നത്? അപ്പം നയന പറയാണ്, ചേച്ചി പണ്ടേ ഇങ്ങനെയായിരുന്നു, ഇടയ്ക്ക് വെച്ച് ചേച്ചിക്ക് ഇച്ചിരി മാറ്റമൊക്കെ വന്നത്, വീണ്ടും പഴയ അവസ്ഥയിലേക്കായി, അത്രേ ഉള്ളമ്മേ എന്ന് പറയുകയാണ്. എന്നാലും അവളെ ഇത്രയും ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയോ എന്ന് ദേവേനി പറയാണ്. മുത്തശ്ശൻ പറയാണ്, ജലജയും അഭിയും കൂടെ അവളെ നല്ലോണം ചൂട് പിടിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രതിഫലനം ഇതൊക്കെ എന്ന് പറയുകയാണ്. അങ്ങനെ മുകളിൽ ചെന്ന് അഭിയെ കാണുകയാണ് നവ്യ. എന്താ നവ്യ, നീ വേഷവും ഭാവമൊക്കെ മാറിയല്ലോ. അല്ല, നിനക്കും ജോലി പോയി, ഇനി നമുക്ക് ജീവിക്കണ്ടേ? അതിനുള്ള എന്തെങ്കിലും വരുമാന മാർഗം എൻ്റെ ഫീൽഡിലൂടെ കിട്ടുമോ എന്ന് ഞാൻ നോക്കാനായിട്ട് തീരുമാനിച്ച്. ഇത് ഞാൻ നേരത്തെ തുടങ്ങാൻ നേരത്ത് ഇവിടെ എല്ലാവർക്കും അഭിമാനക്ഷതമാണെന്ന് പറഞ്ഞ് ഞാൻ വേണ്ടാന്ന് വെച്ചാണ് എൻ്റെ ഫാഷൻ ഫീൽഡ്. വീണ്ടും തട്ടിത്തൂത്തെടുക്കാം എന്ന് തീരുമാനിച്ചു എന്ന് നവ്യ പറയാണ്. പപ്പി പറയാണ്, അത് നല്ല കാര്യം തന്നെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അത്യാവശ്യമാണെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കുറേ നേരം സംസാരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകാൻ ഇറങ്ങി വരികയാണ്. അപ്പോൾ അവിടെ നയന ഇപ്പോൾ ഉണ്ട്. നയന പറയാണ്, എൻ്റെ നവ്യേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഈ വീട്ടിന് ഒരന്തസ്സില്ലേ, ആ അന്തസ്സിനനുസരിച്ചല്ലേ പെരുമാറേണ്ടത്, അതിനനുസരിച്ചല്ലേ നമ്മൾ വസ്ത്രം ഇടേണ്ടത്. അപ്പം നവ്യ പറയാണ്, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ പറയല്ലേ, നീ ഇവിടെ ഉള്ളവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളൂ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ട, പിന്നെ ഇനി മുതൽ നിൻ്റെ ഉപദേശവും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് നവ്യയും അഭിയും കൂടെ അങ്ങ് പോവുകയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.